വേടന്റെ പാട്ടിനോട് ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളി ഒരു കാര്യം ചെയ്യൂ, വേടനെ വിളിച്ച് ആ തിരുവനന്തപുരം പാളയം പള്ളിയിലെ ഈദ് നിസ്കാരത്തിന്റെ ഇടയ്ക്ക് ഒരു സംഗീത പരിപാടിയൊക്കെ നടത്തട്ടെ. സംഗീതം ഹറാമാണ് അവർക്ക്. ഇവരാണ് വേടനെ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കുന്നത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കേരളത്തിൽ ഷവർമ്മ തിന്ന് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ മുഹമ്മദും ആയിഷയും തോമസും ഒന്നുമില്ല എന്നും അതുപോലെ തന്നെ എന്നാൽ വർമ്മയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ പരാമർശനം നടത്തി കേരളത്തിൽ വൈറലായ ഒരു മനുഷ്യനാണ് നമ്മുടെ കേസരി മുഖപത്രാധിപനായ NR മധു എന്ന് പറയുന്ന RSSകാരൻ. അദ്ദേഹത്തിനുള്ള മറുപടി നല്ല ഹൈന്ദവ സുഹൃത്തുക്കളിൽ നിന്നും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളിൽ നിന്നുമെല്ലാം ഈ കഴിഞ്ഞ ദിവസം ഒട്ടനവധി അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. അദ്ദേഹത്തിന് കിട്ടി ബോധിച്ചു എന്ന് ഞങ്ങൾ മാനിക്കുന്നു. അതിനുശേഷം ഇന്ന് അദ്ദേഹം ഒരു പ്രഭാഷണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം നമ്മുടെ റാപ്പർ വേടനെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നമ്മുടെ പാളയം പള്ളിയിലെ ഈദ് പരിപാടിയിൽ നമ്മളെ വേടനെ കൊണ്ടൊരു പാട്ട് പാടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിവാദ പ്രസ്താവനയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് MR മധു. അദ്ദേഹത്തിനെ ചൊടിപ്പിച്ചത് കഴിഞ്ഞ പ്രസ്താവനയിലെ അദ്ദേഹത്തിന് കേരളത്തിന് ഒന്നടങ്കം കിട്ടിയ മറുപടിയും അതുപോലെ തന്നെ പ്രതികരണങ്ങളും അദ്ദേഹത്തെ ഏറെ ചൊടിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഈ പ്രസ്താവനയിലേക്ക് അദ്ദേഹത്തെ വരുത്തിക്കാൻ കാരണക്കാരനായ പ്രസ്താവന എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ ഷവർമ്മയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ്. നമുക്ക് ആദ്യമായി ആ പ്രസംഗം ഒന്ന് കേട്ടുവരാം. ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ്. നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത്. അതൊക്കെ ഏത് ഭക്ഷണമാണ്? ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രസംഗം നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം പറയുന്നത് ശവവർമ്മ എന്നാണ്. അദ്ദേഹം പറയുന്നത് തിന്നുന്നത് ശവമാണ്, കഴിക്കുന്നത് വർമ്മയാണ്, മരിക്കുന്നതും വർമ്മയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൻ്റെ ഉടനീളം യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മാംസങ്ങളുടെ ചുട്ട മണമാണ് കേരളത്തിലെ തെരുവോരങ്ങളിൽ ഉടനീളം ഉണ്ടാവുന്നത്, അത്രക്കും ദുർഗന്ധമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം വർഗീയത ഇളക്കിവിടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഈ ഭക്ഷണ കാര്യത്തിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് രുചി കിട്ടണമെങ്കിൽ അറേബ്യൻ ഫുഡ് തന്നെ കഴിക്കണം എന്നൊരു രീതി ഹിന്ദുക്കളുടെ ഇടയിൽ വളർന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ നല്ല ഹൈന്ദവ സുഹൃത്തുക്കൾ നമുക്ക് ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും നല്ല ഒരു മനുഷ്യനാണ് നമ്മുടെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം വളരെ തക്കതായ നല്ല വൃത്തിയുള്ള മറുപടി തന്നെ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. ഞാൻ കാര്യത്തിലേക്ക് വരാം. അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് ഈ പ്രസ്താവനയാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞ പ്രസ്താവന ഒന്നുകൂടി നമുക്ക് കേൾക്കാം. വേടന്റെ
പാട്ടിനോട് ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാൻ ഒരു കാര്യം ചെയ്യൂ, വേടനെ വിളിച്ച് ആ തിരുവനന്തപുരം പാളയം പള്ളിയിലെ ഈദ് നിസ്കാരത്തിന്റെ ഇടയ്ക്ക് ഒരു സംഗീത പരിപാടിയൊക്കെ നടത്തട്ടെ. സംഗീതം ഹറാമാണ് അവർക്ക്. ഇവരാണ് വേടനെ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കുന്നത്. പറയുകയാണ്, നിങ്ങൾക്ക് റാപ്പർ വേടനോട് ഇത്ര സ്നേഹമുണ്ട് എങ്കിൽ അത് കൂടുതലും സ്നേഹം കാണിക്കുന്നത് മുസ്ലിമീങ്ങളാണ് റാപ്പർ വേടനോട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്തെ നമ്മുടെ പെരുന്നാൾ നിസ്കാരത്തിന് റാപ്പർ വേടനെ കൊണ്ട് അവിടെ കൊണ്ടുവച്ച് റാപ്പ് പാടിക്കട്ടെ, അത്രയും സ്നേഹവും സന്തോഷവും നമുക്ക് വേടനോട് ഉണ്ടെങ്കിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തോട് നമുക്ക് സ്നേഹം കൊണ്ട് അങ്ങോട്ട് ചോദിക്കുകയാണ് ഞാൻ, നമ്മുടെ ഹിന്ദുമതത്തിലെ കൃഷ്ണനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പാട്ട് പാടിയത്, ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സംഭാവന ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒന്ന് KS ചിത്ര, 2 യേശുദാസ്. എന്നാൽ ഈ യേശുദാസ് എന്ന് പറയുന്ന വ്യക്തി എറണാകുളം കാക്കനാട് നടന്ന ഒരു പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഗുരുവായൂർ കൃഷ്ണൻ്റെ മുന്നിൽ ഒരു പാട്ട് പാടണമെന്നാണ്. അതിന് ഞാൻ മുട്ടാത്ത വാതിലുകളില്ല, ഞാൻ വിളിക്കാത്ത സംഘടനകളില്ല, എല്ലാവരെയും അദ്ദേഹം വിളിച്ചു. അവിടെ അദ്ദേഹം പറയുകയാണ്, ഏതൊരു പ്രാണിക്ക് വേണമെങ്കിലും അങ്ങോട്ട് കടന്നു ചെല്ലാൻ വേണ്ടി സാധിക്കും, പക്ഷേ എനിക്ക് സാധിക്കില്ല. എന്തുകൊണ്ടാണ് സാർ? അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. പക്ഷേ അത് ശരിയുമാണ്. കാരണം ഹിന്ദുമതത്തിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹം അവിടേക്ക് ചെന്ന് അത് പാടുമ്പോൾ അതിന് എന്തെങ്കിലും കോട്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആചാരത്തിന് എതിരായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ട് പാടിക്കാത്തത്. പക്ഷേ നമ്മൾ അതിനെതിരൊന്നുമല്ല പറയുന്നത്. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന് പള്ളി എന്ന് പറയുന്നത് അവിടെ നമസ്കാരം അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. മദ്രസ എന്ന് പറയുന്നത് ധാർമ്മിക വിദ്യാഭ്യാസം പകർന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് മദ്രസ. അവിടെ റാപ്പ് സംഗീതവും പാട്ടും ഒന്നുമല്ല പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ മതത്തിനും അതിൻ്റേതായ ചട്ടക്കൂടും അതിൻ്റേതായ വ്യവസ്ഥകളും അതിൻ്റേതായ പരിപാടികളുമുണ്ട്. ഇത് അറിയാത്ത ആളൊന്നുമല്ല ഈ മധുച്ചേട്ടൻ എന്ന് പറയുന്ന RSSകാരൻ. അപ്പോൾ അവിടെ അതിനെതിരായിട്ടുള്ള ഒരു പരിപാടിയും നടക്കാൻ വേണ്ടി നമ്മുടെ മതങ്ങളും നമ്മെ സമ്മതിക്കുകയില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റാപ്പർ വേടനെ അദ്ദേഹം പാട്ട് പാടുന്നത് അമ്പലത്തിൽ നടക്കുന്ന സ്റ്റേജുകളിലാണ്. അദ്ദേഹത്തെ കൊണ്ടുവച്ച് പാട്ട് പാടിക്കുന്നത് നമ്മുടെ മുസ്ലിം സംഘടനകളോ ഇവിടുത്തെ പള്ളി കമ്മിറ്റികളോ അല്ല. രണ്ടാമത്തെ കാര്യം, അമ്പല കമ്മിറ്റികളാണ് റാപ്പർ വേടനെ ക്ഷണിക്കുന്നതും അമ്പലത്തിൽ കൊണ്ടുവച്ച് പാട്ട് പാടിപ്പിക്കുന്നതും. അതിൽ മുസ്ലിമീങ്ങൾക്ക് പങ്കില്ല. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, എന്തിലാണ് മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അദ്ദേഹം അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമായി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫലസ്തീനുള്ള പോരാളികൾക്ക് വേണ്ടി അദ്ദേഹം പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും അടിച്ചമർത്തപ്പെടുന്ന ഈ പട്ടികജാതി പട്ടികവർഗക്കാരന് വേണ്ടി അദ്ദേഹം ശബ്ദിക്കുന്നുണ്ട്. ഇതൊക്കെ സമൂഹത്തിൽ ഉന്നത തലത്തിലുള്ള ഉന്നത ജാതിയിൽപ്പെട്ട ചില ആൾക്കാർക്ക് ഇതൊക്കെ വിരളി പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇത്ര രൂക്ഷമായിട്ടുള്ള വിമർശനം വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പറയാതെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പള്ളിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ മതം മാറ്റണം എന്നുകൂടി അദ്ദേഹത്തിന് ഒരു ത്വര ഉള്ളതുപോലെ നമുക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. പക്ഷേ അദ്ദേഹത്തോട് നമുക്ക് സ്നേഹം കൊണ്ട് അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്, പള്ളി കമ്മിറ്റിയോ മുസ്ലിങ്ങളോ ഒന്നുമല്ല ഈ വേടനെ കൊണ്ടുവച്ച് പാട്ട് പാടിക്കുന്നത്. അതും അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ തന്നെയാണ്. അത് കേൾക്കാൻ താല്പര്യമുള്ളവർ അങ്ങോട്ട് പോയാൽ മതിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്താണ് സാർ പ്രശ്നം? എന്താണ് സാർ മധു സാറിന് മാത്രം പ്രശ്നം? കേരളത്തിൽ ഒരുപാട് നല്ല ഹൈന്ദവ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ റാപ്പിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റാപ്പിനെ പിടിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള പ്രമാണികൾ മാത്രമാണ്. നമുക്ക് റാപ്പർ വേടനെതിരെ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം കൂടി കേൾക്കാം. വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറെ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും. വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. റാപ്പർ വേടനെ കുറിച്ച് പറയുന്നത്, വർഗീയ ഭീകരത ഉണ്ടാക്കുന്ന ആളാണ് റാപ്പർ വേടൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിഘടനവാദികളുടെ നേതാവാണ് റാപ്പർ വേടൻ എന്നുകൂടി അദ്ദേഹം അധിക്ഷേപിക്കുന്നുണ്ട്. ഈ രാജ്യത്തിൻ്റെ വിഘടനവാദികൾക്കൊപ്പമാണ് വേടൻ എന്നും അവരുടെ പിന്നിൽ വൻ ശക്തികൾ ഉണ്ട് എന്നും നമ്മുടെ
ഈ മധുസാർ പറഞ്ഞു വെക്കുകയാണ്. എന്താണ് റാപ്പർ വേടനെ അദ്ദേഹം ഇത്ര ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം പാവപ്പെട്ടവരുടെ ശബ്ദമാണ്, അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമാണ്. അദ്ദേഹത്തിന് ഉന്നത കുലജാതിയിൽപ്പെട്ട എല്ലാവരും എതിരാണ്. അത് തന്നെയാണ് ശശികല ടീച്ചർ കഴിഞ്ഞ ദിവസം വളരെ മോശകരമായ രീതിയിൽ നമ്മുടെ ഈ വേടനെ അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിനെ കഞ്ചാവോളി എന്നും അതുപോലെ തന്നെ CSTക്കാരൻ്റെ തനത് കലാരൂപം മാത്രം പാടിയാൽ മതി എന്നിവരെ ശശികല ടീച്ചർ ഈ വേടനെ അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടു. അതേ സ്വരം തന്നെയാണ് നമ്മുടെ ഈ മധുസാറിനുമുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കൾ തിരുത്തി കൊടുക്കട്ടെ. അങ്ങനെ തിരുത്തി കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പരിപാടി മധുസാർ പങ്കെടുക്കട്ടെ എന്നിവരെ നമ്മൾ ആശംസിക്കുകയാണ്. തീർച്ചയായും ഇത്തരം വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.